യുദ്ധം ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ മസ്കത്തിൽ നടത്തുന്ന ചർച്ച തുടരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, യുഎസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, വൈറ്റ് ഹൌസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജെറഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള കരാറാണ് ആഗ്രഹിക്കുന്നതെന്നും സൈനിക ഭീഷണി പ്രശ്നപരിഹാരത്തിന് ഉതകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ പുതിയ കോറം സഫർ 4 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണ വീഡിയോ ഇറാൻ സൈന്യം പുറത്തുവിട്ടു. MC നാസർ ചേർന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. നാസർ, ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ജീന, എന്ത് വില കൊടുത്തും യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മസ്കത്തിലെ ബുസ്താൻ കൊട്ടാരത്തിൽ ചർച്ച പുരോഗമിക്കുന്നത്. അല്പം മുമ്പാണ് രണ്ടാം വട്ട ചർച്ച ഇറാൻ പ്രതിനിധികളും ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ സുവൈദിയും തമ്മിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം ഇന്ന് മോർണിംഗിൽ നടന്ന ചർച്ച രണ്ടു കൂട്ടരുമായി വ്യത്യസ്തമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി ആശയവിനിമയം നടത്തുകയായിരുന്നു. രണ്ട് രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തങ്ങളുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അമേരിക്ക ഇറാന് മുന്നോട്ട് വെച്ച ആ വാദമുഖങ്ങൾക്കുള്ള അമേരിക്കയുടെ റെസ്പോൺസ്, ആ പ്രതികരണമാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇറാൻ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. ഇനി ഇറാൻ സംഘം അതിനോടുള്ള അവരുടെ ഒരു പ്രതികരണമായിരിക്കും ഈ രണ്ടാം വട്ട ചർച്ചയിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുക. തുടർന്ന് ഇന്ന് വൈകിട്ട് തന്നെ മൂന്നാം വട്ടമായിട്ടുള്ള ചർച്ച കൂടി നടക്കും എന്നൊരു സൂചനയും റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അതോടൊപ്പം തന്നെ US പശ്ചിമേഷ്യൻ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, ജെറഡ് കുഷ്നർ എന്നിവരാണ് അമേരിക്കൻ സംഘത്തെയും നയിക്കുന്നത്. ഇതിൽ അമേരിക്കയുടെ US സെൻട്രൽ കമാൻഡിന്റെ പ്രധാന സൈനിക മേധാവിയെ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിനെ ഇറാൻ ചോദ്യം ചെയ്തു. ഇത്തരം സൈനിക മേധാവികളെ കൊണ്ടുവരുന്നത് ഒരുതരം വിരട്ടൽ രീതിയാണ്, ഇത് അനുവദിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ചർച്ച പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും ചർച്ച എത്തിയിട്ടില്ല. കാരണം രണ്ട് രാജ്യങ്ങളും അമേരിക്കയും ഇറാനും അവരുടെ വാദമുഖങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ആണവ വിഷയത്തിൽ മാത്രം ചർച്ച പരിമിതപ്പെടുത്തണമെന്ന ഇറാന്റെ ആ ഒരു അഭ്യർത്ഥന ഒമാൻ, മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഒമാൻ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചർച്ചയുടെ ഫലശ്രുതി എന്തായിരിക്കും എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അല്പം മുമ്പ് US-ന്റെ വെർച്വൽ എംബസി പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന പ്രകാരം ഇറാനിലുള്ള എല്ലാ അമേരിക്കക്കാരും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രാജ്യം വിടണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് ഒരുപക്ഷെ സൈനികമായിട്ടുള്ള സമ്മർദ്ദം കൂടുതൽ ഇറാന് മേൽ ചെലുത്തുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇത്തരം വളരെ ശക്തമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈനിക മുന്നൊരുക്കങ്ങളും വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഒരു വശത്ത് ചർച്ച നടക്കുമ്പോഴും മറുവശത്ത് ഈ ഇറാന് മേലുള്ള ആക്രമണ ഭീതി ഒഴിയുന്നില്ല. അമേരിക്ക ഏത് നിമിഷവും ആക്രമിക്കുമെന്നുള്ള ഒരു ഭീതി ഇറാന് മേൽ ഇപ്പോഴും ഉണ്ട്. ഒപ്പം തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തുനിന്നും അതും അങ്ങനെ തന്നെ ഉണ്ടല്ലേ? ജീന, തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും, കാരണം ഇന്ന് രാവിലെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന്റെ വീഡിയോ ആണ്. 4 മിനിറ്റ് വരുന്ന വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതും അമേരിക്കയ്ക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം പുതിയ തരം മിസൈലുകൾ കൂടി വികസിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെയും ഇസ്രായേലിനെതിരെയും ആഞ്ഞടിക്കാൻ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അമേരിക്കയ്ക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അബ്രഹാം ലിങ്കൺ പടക്കപ്പൽ അത് ഇറാൻ തീരത്തിന്റെ 500 നോട്ടിക്കൽ മൈൽ അകലേക്ക് കൊണ്ടുവരികയും അവിടെ നങ്കൂരമിട്ടിരിക്കുകയാണ്. കാരണം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും തങ്ങൾക്ക് ഡിപ്ലോമസി അല്ലാത്ത ഒരു മാർഗവും അവലംബിക്കാൻ സാധിക്കും. അത് ഇന്നലെ തന്നെ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരുന്നു. എല്ലാ മാർഗങ്ങളും ട്രംപിന്റെ പരിഗണനയിലുണ്ട്. അതിൽ ഏത് വേണമെന്ന് ട്രംപ് തീരുമാനിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് ഇന്നലെ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈനിക മുന്നൊരുക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. അതേസമയം ഡിപ്ലോമസിയുടെ മാർഗങ്ങൾ മറുഭാഗത്ത് തങ്ങൾ അംഗീകരിക്കുന്നതായിട്ട് അമേരിക്ക വ്യക്തമാക്കുന്നത്. പക്ഷേ ഒമാനും ഗൾഫ് രാജ്യങ്ങളും അതിശക്തമായി തന്നെ ഈ സംഘർഷം ലഘൂകരിക്കാൻ, ഏറ്റുമുട്ടലിന്റെ പാത ഒഴിവാക്കാനുള്ള വളരെ കഠിനമായിട്ടുള്ള ഒരു യത്നത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ അവർ വിജയിക്കുമോ എന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെയും തുടർ നിലപാടുകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജീന. ശരി നാസർ, ഏതായാലും യുദ്ധം ഒഴിവാക്കാനുള്ള കഠിന ശ്രമങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.